മിസ് വന്നില്ലേ? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മിസ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മിസ്. ഇനിയിപ്പോ പറഞ്ഞതേ ഉള്ളൂ മിസ്. മിസ് വരുന്നില്ലേ? വരുന്നില്ലേന്നല്ലേ? മിസ് വന്നു. ആർ യു റെഡി? റെഡി മിസ്. യെസ് മിസ്. ആരെങ്കിലും ഇന്നലെ ആബ്സെന്റ് ആയവരുണ്ടോ ഈ ക്ലാസ്സില്? ഇന്നലെ ഏതെങ്കിലും ക്ലാസ്സിൽ ആബ്സെന്റ് ആയിട്ട് ഇൻഫോം ചെയ്യാതെയോ അല്ലെങ്കിൽ ലീവ് ലെറ്റർ അയക്കാതെയോ ക്ലാസ്സിൽ കയറി ഇരിക്കുന്നവർക്ക് തിരിച്ചു പോകാം. അങ്ങനെയുള്ളവർക്ക് തിരിച്ചു പോകാം. കൃത്യമായി ചെയ്യുന്നവർക്ക് ഓക്കെ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഏതായിരുന്നു എടുത്തത്? ദോഹ. പുതിയ പാട്ട്. എല്ലാരും വീഡിയോ ഓൺ ചെയ്തിരുന്നേ? മിസ് 6ാമത്തെ പാഠം തുടങ്ങി വെച്ചു. തുടങ്ങി വെച്ചു അല്ലേ? ഓക്കെ. എല്ലാരും വീഡിയോ ഓൺ ആക്കിയില്ലേ? മിസ്സേ പറഞ്ഞോ. മിസ് അതിന്റെ നോട്ട് സെൻഡ് ചെയ്ത് തരാന്ന് പറഞ്ഞു. മിസ് തന്നില്ലല്ലോ. അത് അയച്ചില്ല മോനെ? ഇല്ല മിസ്, അയച്ചൊന്നുമില്ല. കുറച്ച് നമ്മളെ റൈറ്റ് സൈൻ ഓൺസ്. ഓക്കെ ഓക്കെ, ഞാൻ ഇന്ന് അയച്ചുതരാം കേട്ടോ. ഇന്നല്ലെങ്കിൽ നാളെ. ഇങ്ങനെ ഫുൾ ടൈം ക്ലാസ് ആണ്. ഇടയ്ക്ക് ഫ്രീ കിട്ടുകയാണെങ്കിൽ അയച്ചിരും, ഇല്ലെങ്കിൽ നാളെ അയച്ചുതരാം. മിസ്സിന് വിട്ടുപോയി, അസംബ്ലി ഒക്കെ തിരക്കായിരുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ് എടുക്കാം. അടുത്ത ലെസൺ എടുക്കാം അല്ലേ? ഏതായിരുന്നു ലെസൺ? വീഡിയോ ഓൺ ചെയ്ത് ആരും വീഡിയോ ഓഫ് ചെയ്ത് ക്ലാസ് കഴിയുന്നത് വരെ. പ്രസന്റ് ഒരു പ്രാവശ്യം മാത്രം പ്രസന്റ് ടൈപ്പ് ചെയ്യാം. നെക്സ്റ്റ് ലെസൺ 6th. पुत्री के नाम. पिता का पत्र पुत्री के नाम. ഇങ്ങനെ വായിക്കണ്ടേ? പിതാ കാ പത്ര, അച്ഛന്റെ ലെറ്റർ. ആരുടെ പേരില്? പുത്രി കെ നാം. ഒരു മകൾക്ക് എഴുതിയ അച്ഛന്റെ ലെറ്റർ ആണ് നമുക്ക് പഠിക്കാനുള്ളത്. എ ലെറ്റർ ഫ്രം ഫാദർ ടു ഡോട്ടർ. ഒരച്ഛൻ മകൾക്ക് എഴുതിയ ലെറ്റർ ആണ് നമുക്കിപ്പോ പഠിക്കാനുള്ളത്. അത് ആരയച്ചതാണെന്ന് ഇപ്പൊ പറഞ്ഞുതരാം. പാടുക പരിചയം. മിസ് വായിക്കുമ്പോ ശ്രദ്ധിക്കണേ, ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ശ്രദ്ധിക്കണം. പാടുക പരിചയം. इस पाठ में भारत के प्रथम प्रधानमंत्री पंडित नेहरू द्वारा नैनी जेल से पुत्री इंदिरा गांधी को लिखे इस पत्र में मिस्र की विशेषताओं का वर्णन है. ഇത് ഇന്ത്യയിലെ ആദ്യത്തെ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ജയിൽവാസം അനുഷ്ഠിക്കുന്ന സമയത്ത് തന്റെ മകൾക്ക് എഴുതിയ പേജ് നമ്പർ 28. അഫ്രാസ് വീഡിയോ ഓൺ ചെയ്തേ. ബുക്ക് എടുക്കട്ടെ. ഇത്രയും സമയം ബുക്കൊന്നും എടുത്തു വെച്ചില്ലേ? പ്രിന്റ് എടുത്തതുകൊണ്ട്. ഓക്കെ 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 ഓക്കെ. പിന്നെ എന്താണ്? പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ജയിൽവാസം അനുഷ്ഠിക്കുന്ന സമയത്ത് തന്റെ മകൾക്ക് എഴുതിയ ലെറ്റർ ആയിരുന്നു ഇത്. ഓക്കെ, ക്ലാസ് കഴിയുന്നത് വരെ ഒരാളും ഇടയ്ക്ക് വീഡിയോ ഓഫ് ചെയ്യരുത്. നിർബന്ധമാണത്, കർക്കശമാണ്. വീഡിയോ എന്തിനാ ഓഫ് ചെയ്യുന്നേ? पाठ का उद्देश्य मिस्र की विशेषताओं से अवगत कराना तथा सामान्य ज्ञान बढ़ाना. ഒരു സാമാന്യം, ഒരു ലളിതമായ രീതിയിൽ നിങ്ങൾക്ക് ഒരു അറിവ് നേടുക, ഇതിലൂടെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരിക. ഇതൊക്കെയാണ് ഈ ലെറ്റർ നിങ്ങൾക്ക് തരാനുള്ള കാരണം. ഓക്കെ, നോക്ക്. അപ്പൊ ലെറ്റർ ആണ്. ലെറ്റർ എഴുതുമ്പോ ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ട കാര്യം ഡേറ്റും സ്ഥലവും നിർബന്ധമാണ്. നമ്മളൊരു കത്ത് എഴുതുമ്പോൾ നമ്മൾ എന്ത് എഴുതണം? ഡേറ്റും സ്ഥലവും. ഇപ്പൊ കത്ത് ആരും എഴുതാറില്ല അല്ലെ? വാട്സപ്പ്, വോയിസ് കോള് അല്ലെ, വീഡിയോ കോള് ഇങ്ങനെ വന്നത് കൊണ്ട് കത്തും പോസ്റ്റ് ഓഫീസറിലും ഒക്കെ ആർക്കും അറിയാതെ, പരിചയമില്ലാതെ ആയി മാറി. മറ്റേ കത്ത് എഴുതുമ്പോ എന്ത് ചെയ്യും? നമ്മള് എവിടുന്നാണോ കത്തയക്കുന്നത് അത് ഏറ്റവും മുകളിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ആദ്യം ഡേറ്റും സ്ഥലവും ആണ്. ഏത് ദിവസമാണ് എഴുതുന്നത് ആ ദിവസവും ഏറ്റവും മുകളിൽ എഴുതും. നൈനി ജയിൽ,
1930 ജയിൽ നൈനി ജയിൽ എന്ന് പറഞ്ഞ ജയിലിൽ നിന്നാണ് എഴുതുന്നത്. 1930 ഈ കത്ത് അയച്ചത്. നെക്സ്റ്റ് ലെറ്റർ എഴുതുമ്പോൾ രണ്ടാമത്തെ കാര്യം ശ്രദ്ധിക്കുക എന്താണ്? അഭിസംബോധന. അഭിസംബോധന എന്ന് പറഞ്ഞാൽ നമ്മളൊരു കത്ത് അയക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ഓഫീഷ്യൽ എന്തെങ്കിലും ലെറ്റർ എഴുതുമ്പോൾ നമ്മള് ഒഫീഷ്യൽ ലെറ്റർ ആണെങ്കിൽ നമ്മൾ അഭിസംബോധനക്ക് വ്യത്യാസം വരും. നമ്മുടെ വീട്ടിലെ ഫാമിലിക്കോ അല്ലെങ്കിൽ കൂട്ടുകാർക്കോ എഴുതുമ്പോൾ അതിന് അഭിസംബോധനക്ക് വ്യത്യാസം വരും. ഇപ്പൊ കൂട്ടുകാർക്കും ഫാമിലി മെമ്പേഴ്സിനൊക്കെ അയക്കുമ്പോൾ നമ്മള് പ്രിയ അല്ലെങ്കിൽ സ്നേഹം നിറഞ്ഞ, പ്രിയപ്പെട്ട, അല്ലേ, അങ്ങനെ അയക്കും. അതേപോലെ നമുക്ക് ലീവ് ലെറ്റർ അയക്കുമ്പോൾ നമുക്ക് പ്രിയപ്പെട്ട അധ്യാപകൻ അയക്കുവോ? പ്രിയപ്പെട്ട പ്രിൻസിപ്പാളിന് അല്ലെങ്കിൽ സ്നേഹം നിറഞ്ഞ പ്രിൻസിപ്പാളിൽ നിന്നാണോ അയക്കുക? അതിന് വ്യത്യാസം വരും. നമ്മൾ എന്താ ബഹുമാനപ്പെട്ട, അല്ലേ? നമ്മുടെ ഒഫീഷ്യൽ ലെറ്റർ ഇപ്പൊ ഏതെങ്കിലും ഒരു ഓഫീസിലേക്കോ ജോലിക്കോ അല്ലെങ്കിൽ മറ്റുള്ള ഓഫീസർക്കോ എന്തെങ്കിലും ലെറ്റർ എഴുതുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന അഭിസംബോധന എന്താണ്? ബഹുമാനപ്പെട്ട, ആദരണീയ എന്ന് പറയും ഹിന്ദിയിൽ. നേരെ മറിച്ച് നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനോ അല്ലെങ്കിൽ സുഹൃത്തുക്കൾക്കോ ഒക്കെ എഴുതുമ്പോൾ നമ്മൾ പ്രിയപ്പെട്ട, പ്രിയ. അപ്പൊ ഇവിടെ മകൾക്ക് മകൾക്ക് എഴുതുന്ന ലെറ്റർ ആണ്. അപ്പൊ അഭിസംബോധന എന്താ എഴുതി? ബഹുമാനപ്പെട്ട എന്ന് വേണോ? പ്രിയ. പ്രിയ എന്നല്ല, പ്രിയ. പ്രിയ ഇന്ദിര, പ്രിയപ്പെട്ട മകൾക്ക് ഇന്ദിരക്ക് പ്രിയ ഇന്ദിര. ഇത് വായിക്കുന്നത് കേൾക്കില്ലേ? ശ്രദ്ധിക്കണേ. जब तुम मेरे साथ रहती है तो अक्सर मुझसे बहुत सी बातें पूछा करती हो. अब मैं उनका जवाब देने की कोशिश करता हूँ. ഞാൻ നിന്റെ കൂടെ എപ്പോഴാണോ താമസിച്ചിരുന്നത് ആ സമയത്ത് നീ ഇടയ്ക്കിടയ്ക്ക് എന്നോട് സംശയങ്ങൾ ചോദിക്കുമായിരുന്നു. വീട്ടിൽ ഒന്നിച്ചുണ്ടാവുമ്പോ നെഹ്റുവിന്റെ മകൾ ഇന്ദിര എന്ത് ചെയ്യും? ഒരുപാട് സംശയങ്ങൾ. നമ്മളും അങ്ങനെയല്ലേ? നമ്മുടെ വീട്ടിൽ അച്ഛനും അമ്മയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവും. അതെന്താ അങ്ങനെ, ഇതെന്താ ഇങ്ങനെ, അതെന്താ അത് അങ്ങനെ ചെയ്യുന്നത്, നമ്മൾ ഓരോരോ സംശയങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കും. ചെറിയ കുട്ടികളാണെങ്കിൽ പിന്നെ കൂടുതൽ സംശയം ഉണ്ടാവും. കുറച്ച് വലുതാവുമ്പോൾ നമ്മൾ അതിന് മാറ്റം വരും, അല്ലെ? ചെറിയ കുഞ്ഞു കുട്ടികളെ നിങ്ങൾ നോക്കിക്കോ, എവിടെയെങ്കിലും യാത്ര ചെയ്യുമ്പോ ഒരു തവണ ചോദിച്ച കാര്യം തന്നെ വീണ്ടും 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 ആവർത്തിച്ച് ചോദിക്കുന്നേക്കാം. പക്ഷെ അതിന് മറുപ്പൊന്നും ദേഷ്യത്തോടൊന്നും പറയാതെ തന്നെ ആ അമ്മ അല്ലെങ്കിൽ അച്ഛൻ എന്ത് ചെയ്യും? ആ കുട്ടിക്കത് എത്ര തവണ വേണമെങ്കിലും പറഞ്ഞുകൊണ്ടേയിരിക്കും അതിന്റെ മറുപടി, ഇല്ലേ? ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങളെ? കുഞ്ഞു മക്കളോട് അച്ഛനമ്മമാരെ അല്ലെങ്കിൽ ആരായാലും അതാ പറഞ്ഞു കൊടുക്കുന്ന ഇത് മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? അങ്ങനെ ഒരു പാഠഭാഗം മുമ്പേ ഉണ്ടായിരുന്നു. അത് ആരുടെ പാഠാണെന്ന് എനിക്ക് ഓർമ്മയില്ല. അതായത് ഒരു കുട്ടീനെ അങ്ങനെ എന്താ പറയണ്ടേ, കുറെ തവണ സംശയം ചോദിച്ചു അങ്ങനെ വളർത്തി വലുതാക്കിയ മകൻ വലുതായി കഴിഞ്ഞു, ജോലി നേടി, വിവാഹം കഴിച്ചു, കുട്ടികളായി. അപ്പോ ഈ വളർത്തിയ അച്ഛനും അമ്മയും ആരായി മാറും? പ്രായം മാറൂലേ? വാർദ്ധക്യാവസ്ഥയിലെത്തൂലേ? വാർദ്ധക്യാവസ്ഥയിലെത്തി. അപ്പൊ അവര് പ്രായം കഴിയുമ്പോ അവരുടെ സ്വഭാവം വീണ്ടും കുട്ടികളിലാവുന്ന പറഞ്ഞേക്കാം. നമുക്ക് വീട്ടിൽ നിന്ന് പറയാം, പ്രായമുള്ളവരും ചെറിയ കുട്ടികളും ഒരേ സ്വഭാവക്കാരാണ്. കാരണം അതന്നെ 6ഉം 60ഉം കണക്കാണ്. അപ്പൊ അങ്ങനെ പറയും. അതെന്തുകൊണ്ടാണ്? ഈ ഒരു വയസ്സ്, ഒരു 60 വയസ്സ് മുകളിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെന്താ, കുട്ടികളുടെ സ്വഭാവമാണ് കാണിക്കുക, അല്ലെ? സംശയം ചോദിച്ചുകൊണ്ടേയിരിക്കും, എന്താണ് ഒരു കാര്യം തന്നെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പൊ നമ്മളെ വളർത്തി വലുതാക്കിയാൽ നമ്മൾ എന്താ, അത് നമ്മൾ മറന്നുപോകും. നമുക്ക് ദേഷ്യം വരും, അല്ലെ? കണ്ടിട്ടുണ്ട് നിങ്ങളത്? അപ്പൊ ആ മക്കൾക്ക് അങ്ങനെ ഒരു കഥയുണ്ടായിരുന്നു ഒരു പാഠഭാഗം മുമ്പേ ഒരു ക്ലാസ്സിന്. എന്നിട്ട് ആ മകൻ ആ അച്ഛനും അമ്മയോടും ദേഷ്യപ്പെടുന്നു, ശകാരിച്ചിട്ട് പറയുന്നു. എത്ര തവണയായി നിങ്ങളോട് പറയുന്നത്? ഞാൻ കുറെ തവണയല്ലേ എന്റെ ആൻസർ പറഞ്ഞത്, നിങ്ങൾ വീണ്ടും വീണ്ടും എന്തിനാണ് ചോദിച്ചുകൊണ്ടേക്കുന്നത്? അപ്പൊ ആ അച്ഛനും അമ്മയും ആലോചിക്കുന്നു, പണ്ട് ചെറിയ കുട്ടിയായിരിക്കുമ്പോ ഇതേപോലെ ഒരുപാട് തവണ ചോദിച്ചാലും ഞങ്ങൾക്ക് മറുപടി പറയാൻ മടുപ്പുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പം വളർന്ന് മക്കള് വലുതായി കഴിയുമ്പോ എന്താവുന്നത്? ആ അമ്മയ്ക്ക് അച്ഛന് എന്തെങ്കിലും ചോദിച്ചാൽ മറുപടി പറയുമ്പോ ബുദ്ധിമുട്ട് തോന്നുന്നു. അങ്ങനെ ഒരു കഥയുണ്ടായിരുന്നു. അത് ശരിയാണ്, അല്ലെ? അപ്പൊ ഇവിടെ എന്താണ് ഈ നെഹ്റു പറഞ്ഞത്? മുഹമ്മദ് ഷാനിഫ് വയ്യറിലേജ് പേജ് നമ്പർ 28. അപ്പൊ നീ എന്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നീ എന്ത് ചെയ്യുമായിരുന്നു? ഇടയ്ക്കിടയ്ക്ക് എന്നോട് പല കാര്യങ്ങളും ചോദിക്കുമായിരുന്നു, ഞാൻ അതിന് ഉത്തരം തരാൻ വേണ്ടി ശ്രമിക്കുമായിരുന്നു. പക്ഷേ मैंने इरादा किया है कि कभी कभी तुम्हें इस दुनिया की
ചോട്ടേ ബഡേ ദേശവും ഈ ചോട്ടി ചോട്ടി കഥായെ ലിഖാ കരുതുക. ഞാൻ എന്റെ വിശ്വാസം ഇപ്പൊ എന്താണ്, നീ ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഈ ലോകത്തിലെ ഓരോരുത്തർ കാര്യങ്ങള് ചെറുതും വലുതുമായ രാജ്യങ്ങളെ കുറിച്ചുള്ള ചെറിയ ചെറിയ കഥകൾ നീ എഴുതുന്നുണ്ടാകും എന്നാണ് എന്റെ വിശ്വാസം. രാജ്യങ്ങളെ കുറിച്ചൊക്കെ എഴുതുന്നുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. पुराने जमाने में शहरों और गांवों में किस तरह के लोग रहते थे? പണ്ട് കാലത്ത് ഈ ഗ്രാമങ്ങളിലും ടൗണുകളിലും ഒക്കെ എങ്ങനെയുള്ള ജനങ്ങളാണ് ജീവിച്ചിരുന്നത്? उनका कुछ हाल उनके बनाए हुए बड़े बड़े मकानों और इमारतों से मालूम होता है. ആ സമയത്ത് പണ്ട് കാലങ്ങളിലെ അവരുടെ അവസ്ഥ മനസ്സിലാക്കണമെങ്കിൽ അവർ നിർമ്മിച്ചിരുന്ന വീടുകള്, കെട്ടിടങ്ങള് ഇതൊക്കെ മനസ്സിലാക്കിയാൽ മതിയായിരുന്നു. നിങ്ങൾക്ക് അതിന്റെ വ്യത്യാസം മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. കുച്ച് ഹാൽ ഉൻ പത്തർ കി തക്തിയോं की लिखावट से भी मालूम होता. കുറച്ച് നിങ്ങൾ സോഷ്യൽ പഠിക്കുന്നില്ലേ, ഈ കല്ലിൽ കൊത്തി വെച്ചിട്ടുണ്ടാവും ചില കാര്യങ്ങള് അല്ലേ, കേട്ടിട്ടുണ്ട് അങ്ങനെ സോഷ്യലില്? ആ കല്ലില് അവര് കൊത്തി വെച്ചിട്ടുണ്ടാവും എന്തെങ്കിലും സംഭവം, എന്തെങ്കിലും ഉദ്ഘാടനം ചെയ്താലും അല്ലെങ്കിൽ ഏതെങ്കിലും തുടങ്ങി വെച്ച സംഭവങ്ങള്, പ്രധാനപ്പെട്ട പോയിന്റുകള്, ഇതൊക്കെ പണ്ട് എന്താ ചെയ്തിരുന്നത്, കല്ലില് കരിങ്കല്ലൊക്കെ കൊത്തി വെച്ചിട്ടുണ്ടാവും. ഗുഹകളിലുണ്ടാവും. ഗുഹയിലുണ്ടാവും. ആ ഗുഹകളിലൊക്കെ ഉണ്ടാവും. ഇസ്കെ അലാവ താജ്മഹലിന്റെ മുകളിലുണ്ട്. അതെ അതെ. इसके अलावा कुछ बहुत पुरानी किताबें भी हैं जिनसे उस पुराने जमाने का बहुत कुछ हाल मालूम हो जाता है. പഴയ പഴയ പുസ്തകങ്ങള് നമ്മൾ എടുത്ത് വായിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? പഴയ പഴയ സംസ്കാരങ്ങളും അവസ്ഥകളും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും എന്നാണ് നെഹ്റു തന്റെ മകളോട് പറഞ്ഞത്. അല്ലാതെ നെഹ്റു മകളോട് ചായ കുടിച്ചോ, നിന്റെ വീട്ടിൽ എന്ത് വിശേഷമുണ്ട്, അവിടെ എന്തെന്ത് സുഖാണോ എന്നല്ല കേട്ടോ. ഈ കത്തിന്റെ പ്രാധാന്യം അതാണ്. കുറച്ച് കൂടുതൽ അറിവ് നേടുക എന്നാണ് ഈ ലെറ്ററിന്റെ ഉദ്ദേശം. मिस्र में अभी भी बड़ी बड़ी मीनारें और स्विंग्स मौजूद है. लेक्चर और दूसरी जगहों में बहुत बड़े मंदिरों के खंडहर नजर जाते हैं. അതുപോലെ വലിയ അമ്പലങ്ങള്, മന്ദിരങ്ങള് ഇതൊക്കെ പണ്ട് കാലത്ത് കെട്ടി പടുക്കിയിട്ടുണ്ട് അല്ലെ, റെഡിയാക്കിയതുണ്ട്. तुमने इन्हें देखा नहीं है, लेकिन जिस वक्त हम ज़ेस नहर से गुजर रहे थे वे हमसे बहुत दूर न था. അതായത് ഇതൊക്കെ നീ എന്ത് ചെയ്യണം, സമയം കിട്ടുമ്പോ ഇതൊക്കെ നീ പഴയ പഴയ പുസ്തകങ്ങൾ ചെക്ക് ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. തുമ്നെ ലേക്കിൻ തുമ്നെ ഉൻകി തസ്വീരേം ദേഖി ഹേ. അതില് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ടാവും. शायद तुम्हारे पास उनकी तस्वीरों के पोस्ट कार्ड मौजूद हो. നിന്റെ കയ്യിൽ കുറെ പോസ്റ്റ് കാർഡ് ഇല്ലേ, അതൊക്കെ നിന്റെ കയ്യിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടല്ലോ. എന്താണ്? പഴയ പഴയ കെട്ടിടങ്ങളുടെ, ബിൽഡിങ്ങുകളുടെയും മന്ദിരങ്ങളുടെയും പ്രശസ്ത മന്ദിരങ്ങളുടെയും ഒക്കെ പോസ്റ്റ് കാർഡുകള് നിന്റെ കയ്യില് സ്റ്റോക്ക് ഉണ്ടല്ലോ. മനസ്സിലായോ എത്ര വരെ പറഞ്ഞത്? ഓക്കെ ആണോ? ഓക്കെ. ആതിര, അഫ്രാസ്, എന്റെ വീഡിയോ ഓഫ് ചെയ്തേ. അത്ര വരെ ഒന്ന് മനസ്സിലൊന്ന് ഓടിച്ച് വായിച്ചു മക്കളെ, വേഗം ഒന്ന് വായിച്ചേ. ഹെവൻ നേരത്തെ ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ലേ? ഇതിന് മുന്നേ ഒരു ക്ലാസ് ഉണ്ടായിരുന്നില്ലേ മോനെ? ആ ഉണ്ടായിരുന്നു മിസ്സേ. അതിലുണ്ടായിരുന്നോ? ആബ്സെന്റ് അല്ലല്ലോ? അല്ല, ഉണ്ടായിരുന്നു. ഓക്കെ. ഇന്ന് നമ്മുടെ ഹെവന്റെ ബർത്ത്ഡേ. അരെ
ഹെവന്റെ ബർത്ത്ഡേ ഇന്ന്. A heaven. Many happy returns of the day. Thank you. നീ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞില്ല. Happy birthday. എന്താണ് ഇത്? Happy birthday. Thank you. ഇത് സ്പെഷ്യൽ എന്താ? ഒന്നുമില്ല. ഒന്നുമില്ല. ഒന്നും ഇല്ലാതിരിക്കില്ല. നമ്മളാരും വരുന്നില്ല. അങ്ങനെയല്ല. ആരോമൽ, why are you late? ഒരു മിനിറ്റ് ഹെവൻ. ആരോമൽ, why are you late? ഇന്നലെ സാറ് മീറ്റിംഗില് ഏത് സമയത്തും ക്ലാസ്സിൽ കയറിക്കോന്നും പറഞ്ഞില്ലല്ലോ? പറഞ്ഞോ? ഇല്ല. കൃത്യസമയത്തിന് ക്ലാസ് അറ്റൻഡ് ചെയ്യണം. ആരോമൽ, വൈഫൈ കേബിൾ. ആരോമൽ വീഡിയോ ഓൺ ചെയ്യാൻ പറ്റുന്നില്ലേ? വീഡിയോ ഓൺ ചെയ്തിരുന്നേ. ആരോമൽ, ആരോമലിന്റെ വീഡിയോ ഓൺ ആണല്ലോ മിസ്സേ. ആരോമലിനെ കാണുന്നില്ലല്ലോ. ഫുൾ ബ്ലാക്ക് ആണ് സാർ. ആരോമലേ, കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ ആബ്സെന്റ് ആയിരുന്നില്ലേ? ഇന്നലെ ഞാൻ ചോദിക്കുന്ന ആൻസർ വേഗം പറയണേ. ഇന്നലെ ആരോമൽ ക്ലാസ്സിൽ ലീവായിരുന്നു. മിസ്സിനോട് ലീവ് പറഞ്ഞു കാണുന്നില്ല. അപ്പൊ നിർബന്ധമായും ലീവ് ലെറ്റർ MD സാറിനെ അയച്ചിട്ട് ക്ലാസ്സിൽ കയറിയാൽ മതി. ലീവ് ചെയ്ത് പോയിക്കോളൂ. ഓക്കെ, ഇന്നലെ മുതൽ സാറിന്റെ തീരുമാനം അങ്ങനെയാണ്. ക്ലാസ്സിൽ ഒരാളും ലീവ് പറയാതെ ക്ലാസ്സിൽ ഒറ്റയൊരുത്തനും ക്ലാസ്സിൽ കയറിയിരിക്കണ്ട. ഏതെങ്കിലും ക്ലാസ് ആബ്സെന്റ് ആയില്ലെങ്കിൽ നിർബന്ധമായും ഒന്നുകിൽ ആ ക്ലാസ് ടീച്ചറോട് നേരത്തെ ഇൻഫോം ചെയ്തിരിക്കണം. ഒരു മെസ്സേജ് അത്രല്ലേ നിങ്ങൾക്ക് വേണ്ടു. നിങ്ങൾ എത്രയോ കുട്ടികൾ ലീവായിട്ട് നമ്മൾ എത്ര പേര് നിങ്ങളെ വിളിക്കുന്നുണ്ടെന്ന് അറിയോ? നിർബന്ധമായും ഇൻഫോം ചെയ്യണം. ഇൻഫോം ചെയ്യാത്ത ലിസ്റ്റിൽപ്പെട്ടവരെല്ലാവരും അടുത്ത ദിവസം ക്ലാസ്സിൽ കയറുന്നതിന് മുന്നേ സാറിന് പേഴ്സണലായിട്ട് ലീവ് ലെറ്റർ സൈൻ ചെയ്ത് പേരന്റിന്റെ സൈൻ ചെയ്ത ലീവ് ലെറ്റർ നിർബന്ധമായും MD സാറിന് അയച്ചിരിക്കണം. ഇത്രയും കാര്യം മനസ്സിലായോ ആരോമലിനെ? ഓക്കെ, അപ്പൊ ലീവ് ചെയ്തോ. സാറിന് ലീവ് ലെറ്റർ അയച്ചതിന് ശേഷം ക്ലാസ്സിൽ കയറുക. ഓക്കെ, ഓക്കെ. ആ പാരഗ്രാഫ് വായിച്ചു മക്കളെ. എല്ലാവരും വായിച്ചോ? ഒരു പ്രാവശ്യമെങ്കിലും വായിച്ചോ? ആരൊന്ന് വായിക്കുന്നു? ഡെൽവിൻ ഒന്ന് ഉറക്കെ വായിച്ചു കൊടുത്ത മോനെ. ഡെൽവിൻ ഒന്ന് വായിച്ചു കൊടുത്തേ. ഒരു മിനിറ്റ് മിസ്സേ, ഇപ്പൊ വീഡിയോ ഓണാക്കാവേ. ഡെൽവിൻ വായിച്ചോളൂ. प्रिय इंदिरा, जब तुम मेरे साथ रहते हो तो अक्सर मुझसे बहुत सी बातों पूछा करते हो और मैं उनका जवाब देने की कोशिश करता हूँ. मैंने इरादा किया है कि कभी-कभी तुम्हें इस दुनिया की और छोटे बड़े देशों की छोटी कथाएं लिखा करूँगा. पुराने जमाने में शहरों और गुहे में किस तरह के लोग
रहते थे। उनका कुछ हाल उनके बनाए हुए बड़े बड़े मकानों और इमारतों से मालूम होता है। कुछ हाल उन पत्थर की तख्तियों की लिखावट से भी मालूम होता है जो वो जोड़ गए हैं। इसके अलावा कुछ बहुत पुरानी किताबों भी है जिनसे उस पुराने जमाने का बहुत कुछ हाल मालूम हो जाता है। मित्र में अब भी बड़ी बड़ी ഒരു മിനിറ്റ് ഡെൽവിൻ എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് ആണോ നോക്കുന്നത്? അല്ലല്ലോ. ഞാൻ എന്താ പറഞ്ഞത്? ഡെൽവിൻ വായിക്കുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ മനസ്സുകൊണ്ട് നിങ്ങളും വായിക്കുക. മനസ്സിലെ പായൽ, വൈ ആർ യു ലേറ്റ്? ക്ലാസ്സിൽ തോന്നുമ്പോൾ കയറിയാൽ മതി എന്ന് പറഞ്ഞായിരുന്നോ? നെറ്റ് പോകുന്നില്ല. അപ്പൊ ക്ലാസ് ലീവ് ആയി കഴിഞ്ഞാൽ എന്തുകൊണ്ട് നീ റീസൺ കൊടുക്കുന്നില്ല? ഓരോ ടീച്ചേഴ്സിനും ഒന്നുകിൽ മെസ്സേജ് വിടുക, അതിന് നെറ്റ് പ്രശ്നമില്ലല്ലോ. ഇല്ലെങ്കിൽ കോൾ ചെയ്ത് പറയാ ഇന്ന കാരണം കൊണ്ട് ക്ലാസ്സിൽ കയറാൻ പറ്റിയില്ല എന്ന്. പായൽ ഇടയ്ക്കിടയ്ക്ക് ലീവ് ആവുന്നു, പായലായാലും കാജലായാലും രണ്ടുപേരും ഒരു കാരണവും പറയുന്നില്ല. നമ്മൾ വീണ്ടും ടീച്ചേഴ്സ് നിങ്ങളെ വിളിച്ചാൽ മാത്രമേ നിങ്ങൾ കാരണം പറയുന്നുള്ളൂ. അപ്പൊ അത് പാടില്ല. ഒരു ക്ലാസ്സില് കയറില്ല എങ്കിൽ അതിന് തൊട്ട് മുന്നേ അല്ലെങ്കിൽ അതിന് ശേഷമോ മിസ്സിനെ വിളിക്കുകയോ അല്ലെങ്കിൽ പേഴ്സണലായി മെസ്സേജ് അയക്കുകയോ ചെയ്യാം. ഇന്ന കാരണം കൊണ്ടാണ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തതെന്നത്. അഥവാ അങ്ങനെ പറഞ്ഞില്ല എങ്കിൽ അടുത്ത ക്ലാസ്സിന് മുന്നേ MD സാറിനെ പേരന്റിന്റെ സൈനോട് കൂടിയ ലീവ് ലെറ്റർ അയക്കുക. ഓക്കെ, മറന്നു പോയേക്കരുതേ. നമ്മള് പേജ് നമ്പർ 28 പിതാക്ക പത്ര പുത്രിക്ക് നാം എന്ന ലെസൺ ആണ് ഇപ്പൊ പറഞ്ഞത്. പായൽ ലേറ്റ് ആയിട്ട് കയറിയത് കൊണ്ട് ഒന്നുകൂടി യൂട്യൂബ് ക്ലാസ് കാണണേ. ഒരു പാരഗ്രാഫ് എടുത്തു, ഒരു പേജ്. അപ്പൊ അതിന്റെ ഫോട്ടോ ഞാൻ വേണമെങ്കിൽ എനിക്ക് വായിക്കാൻ വേണ്ടി ഞാൻ ഗ്രൂപ്പിൽ അയക്കാം. അത് നോക്കി വായിച്ചെടുക്കുക. ഗ്രൂപ്പിലിടുന്ന ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്. പായലിന് ടെക്സ്റ്റ് ബുക്ക് ഉണ്ടോ? ഉണ്ട്. ഓക്കെ ഓക്കെ, ഇല്ലാന്ന് കരുതിയിട്ടാണ്. ഓക്കെ ഡെൽവിൻ വായിച്ചോളൂ. എവിടെയാണോ നിർത്തിയത് സാരില്ല, ഏത് വായിച്ചാൽ. मित्र में अब भी बड़ी बड़ी मीनारें और सिक्स मजूर है। लक्सर और दूसरी जगहों में बहुत बड़े मंदिरों के खंडहर नजर आते हैं। तुमने इन्हें देखा नहीं है, लेकिन जिस वक्त हम सोच नहर से गुजर रहे थे वे हमसे बहुत दूर न थे, लेकिन तुमने उनकी तस्वीरें देखी है। शायद तुम्हारे पास उनकी तस्वीरों के पोस्टकार्ड मौजूद हो। ഓക്കെ, ഇനി ആരെ വായിക്കും? ജസ്റ്റസ് വായിക്കുന്നുണ്ടോ? ഇത് വായിക്കുന്നെന്ന് പറഞ്ഞാൽ തമ്പ് കാണിച്ചേ. ആതിര എവിടെ എത്തിയേ? ഫസ്റ്റ് പാരഗ്രാഫ് അതെല്ലാം എടുത്ത് ഫുള്ള് വായിച്ചു. ആതിര വായിച്ചോളൂ.
മോളെ ആതിര എടുത്ത ഭാഗേ വായിക്കണ്ടു. വീഡിയോ ചോദിക്കുന്നുണ്ട്. ലൈറ്റ് അടിക്കുന്നു, അതുകൊണ്ട് തന്നെ എന്താണ് അമ്മ ചെയ്തു. ഡോറൊന്ന് ക്ലോസ് ചെയ്യാനായിരുന്നു. അതെയോ, ഞാൻ വിളിച്ചു ഞാൻ വരണോന്ന്. ആതിര എന്താ പറഞ്ഞേ? അത് ശ്രീവിഷ്ണു വിളിച്ചു എന്ന് പറഞ്ഞതാ. അതെയാ, ഓക്കെ. ശ്രീവിഷ്ണു എന്നോട് ഡോർ അടക്കാൻ വേണ്ടി പറഞ്ഞതാ, നീ വായിച്ചോ. മോളെ ഞാൻ പറഞ്ഞു കേട്ടില്ലേ ആതിര? ഫസ്റ്റ് പാരഗ്രാഫ് മാത്രം, മിസ് എടുത്ത ഭാഗം മാത്രമേ വായിക്കണ്ടൂ. അവൻ വായിച്ചു തന്നെ വീണ്ടും വായിക്കേ. കുറച്ച് ടഫ് പാടായതുകൊണ്ടാണ്. ओके प्रिय इंदिरा, जब तुम मेरे साथ रहती हो तो अक्सर मुझसे बहुत सी बातें पूछा करती हो. ഒരു മിനിറ്റ് ജോയലേ, എങ്ങോട്ട് നോക്കുവാ? നടങ്ങണ. ടെക്സ്റ്റ് ബുക്ക് എവിടെ? അവിടെ നോക്ക്, അവിടെ നോക്ക്. ആതിര വായിക്കുമ്പോ അവിടെ നോക്കോ. वाइचो मैं उनका जवाब देने की कोशिश करता हूँ। मैंने इरादा किया है कि कभी कभी तुम्हें इस दुनिया की और छोटे पड़े देशों की छोटी छोटी कथाएं लिखा करूंगा. ओके, नेक्स्ट पेज, नेक्स्ट पैराग्राफ. हरिनंद वाइचो. हरिनंद सेकंड पैराग्राफ. पुराने ഒരു മിനിറ്റ് ഹരി, ഒരു മിനിറ്റ്. എല്ലാവരും ഏത് ലൈനാ വായിക്കുന്നത് ക്ലിയർ ആക്കി വെക്കണേ. വായിക്കുമ്പോൾ കൃത്യം ശ്രദ്ധിക്കണം. ഞാൻ ഇടയ്ക്ക് നിർത്തിയിട്ട് വായിപ്പിക്കും. അപ്പൊ എവിടെ എത്തിയെന്ന് മിസ്സിനോട് ചോദിക്കട്ടെ. നിങ്ങൾ വായിക്കുമ്പോൾ ശ്രദ്ധിക്കണം ഏത് ലൈനാണ് വായിക്കുന്നത്. ഓക്കെ, വായിക്കോളൂ. पुराने जमाने में शहरे और गांवों में किस तरह के लोग रहते थे. उनका कुछ हाल उपके बनाए हुए बड़े बड़े कहाने और इमारतें से मालूम होता है. ഹരി ടെക്സ്റ്റ് ബുക്ക് വായിക്കാറേ ഇല്ല. എന്തിന് ടെക്സ്റ്റ് ബുക്ക് വായിക്കാത്ത ഒരു 5-6 വർഷമായും തോന്നുന്നുണ്ട്. ഈ പാഠമല്ല, ഏത് പാഠവും വായിക്കുന്നില്ല. അത് മനസ്സിലാവുന്നുണ്ട്. മറ്റേ പാഠം വായിക്കലുണ്ട്. എല്ലാ അക്ഷരങ്ങളും കൃത്യമായിട്ട് അറിയാം. അക്ഷരാവൂല. അതല്ല, നന്നായിട്ട് എല്ലാ പാഠങ്ങളും ദിവസവും വായിക്കുന്നുണ്ടെങ്കിൽ ഹിന്ദി ഈസി ആയിട്ട് വായിക്കാൻ പറ്റും. ഓക്കെ, വായിച്ചോളൂ ബാക്കി. कुछ हाल उन प्रदूर पत्थर की तख्तियों की लिखावट से भी मालूम होता हुए जो वे ആരെ വീഡിയോ ഓഫ് ചെയ്ത് പോയത്? ജസ്റ്റസ് ആണോ? किताबों जिनसे उस पुराने जमाने का बहुत कुछ हाल मालूम हो जाता है. ओके ओके ओके.
ടെക്സ്റ്റ് വായിക്കണം നന്നായിട്ട്. ജുവാന ടെക്സ്റ്റ് ബുക്ക് ഇല്ലാന്നല്ലേ? ഓക്കെ, മിസ് കണ്ടത്. എന്നോട് വായിക്കാൻ പറയില്ല കേട്ടോ. ജീവ റെഡി അല്ലേ? ബാക്കി വായിച്ചോളൂ. सीपन से औरत के सिर वाली चोर की എവിടെ വായിക്കുന്നു ജീവ? അതിനെ എടുത്തിട്ടുമില്ല. ഇപ്പൊ വായിച്ചു നിർത്തിയതിന്റെ ബാക്കി ഹരി വായിച്ചു നിർത്തിയില്ലേ? ബഹുത്ത് കുച്ച് ഹാൽ മാലൂം ഹോ ജാതാ ഹേ. ഞാൻ പറഞ്ഞ ശ്രദ്ധിച്ചിരിക്കണമെന്നേ. അതിന്റെ ബാക്കി ലൈനാണ് വായിക്കാൻ പറഞ്ഞത്. बहुत कुछ हाल मालूम हो जाता है. बहुत कुछ देखा नहीं है लेकिन जीत व वासुदेव एक मिनट. वासुदेव why are you late? हम जोज नहर से गुजर रहे थे. वे हमसे बहुत दूर थे लेकिन बहुत लेकिन तुमने सब उनकी तस्वीरें देखी है. शायद तुम വസുദേവേ ഒരു മിനിറ്റ് ജീവ. വസുദേവ് എന്താണ്? മഴയാണെന്നോ? മഴയാണിപ്പോ. ആ ഞങ്ങൾക്ക് മഴയുണ്ട്. ആ ഓക്കെ. ഒന്ന് യൂട്യൂബ് ക്ലാസ് കാണണം മോനെ. കണ്ടിട്ട് മെസ്സേജ് അയക്കാം. ആ ഓക്കെ. ജീവ വായിച്ചോ. पास उनकी तस्वीरों के പോസ്റ്റ് കാർഡ് മൗജൂദ് ഹോ. അപ്പോ ഇത്ര വരെ ഫസ്റ്റ് പേജ് 28 പേജ് നിങ്ങൾ നന്നായിട്ട് വായിക്കണം. അപ്പൊ എനിക്ക് പറയാനുള്ളത് നിങ്ങളെ വായന വളരെ കുറവാണ് ഹിന്ദിയിലെ വായന. എനിക്ക് തോന്നുന്നു വെനസ്ഡേ മിസ്സിനെ കാണുമ്പോഴാണ് നിങ്ങൾക്ക് ഹിന്ദി ടെക്സ്റ്റിന് തന്നെ ഓർമ്മ എന്ന് എനിക്ക് തോന്നുന്നു. കാരണം നിങ്ങൾ ഓരോരുത്തരും വായിക്കുന്നത് ഒരു 70 വയസ്സിന് മുകളിലുള്ളവര് ന്യൂസ് പേപ്പർ വായിക്കുന്നത് പോലെ. അവരിങ്ങനെയല്ലേ ന്യൂസ് പേപ്പർ വായിക്കുക? സ്പീഡ് വായിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. മെല്ലെ മെല്ലെ ഓരോ അക്ഷരങ്ങളും അല്ലേ? കണ്ടിട്ടുണ്ടോ അങ്ങനെ വായിക്കുന്നത്? ആ അതുപോലെയാണ്. അപ്പൊ അങ്ങനെ ആയിക്കൂടാ നമുക്ക് സ്പീഡിൽ വായിക്കാം. നമ്മൾ 7ാം ക്ലാസ്സിൽ എത്തിയില്ലേ? 7th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന ഒരു കുട്ടി അതായത് ഇങ്ങനെ തപ്പി അങ്ങനെ ഇങ്ങനെ ഹോ ഹേ ഹി എന്നെല്ലാം വായിക്കുമ്പോ ചെറിയ കുട്ടികൾ കണ്ടെങ്കിൽ കളിയാക്കും. അവർ സ്പീഡിൽ വായിക്കും. അപ്പൊ അതിനൊന്നും നിങ്ങൾ വേണ്ടേ? അത് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, എല്ലാ ദിവസവും ലാംഗ്വേജ് എല്ലാ ദിവസവും നിങ്ങൾ കുറച്ചെങ്കിലും വായിക്കണം. ഒരു 10 മിനിറ്റ് എങ്കിലും അതിന് മുന്നിൽ ഇരുന്ന് വായിക്കണം. അങ്ങനെ വായിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് എഴുതാനും പറ്റും, അതുപോലെ തന്നെ വായിക്കാനും സ്പീഡ് കിട്ടും. പാഠഭാഗം നന്നായിട്ട് വായിക്കുക. ഓക്കെ, ഞാൻ പറഞ്ഞ ഒക്ടോബർ ഫസ്റ്റ് വീക്ക് എക്സാം ആണ്. എഴുത്ത് പരീക്ഷയാണ്. 1 വേർഡ് ക്വസ്റ്റ്യൻ ഒന്നല്ല, ഒരുപാട് ക്വസ്റ്റ്യൻ ആൻസർ ഒക്കെ വരുന്നതാണ്. നന്നായിട്ട് എഴുതി പഠിക്കുക. എടുത്ത പാഠങ്ങളെല്ലാം ഓരോ പാഠവും നന്നായിട്ട് വായിച്ചതിന് ശേഷം അതിന്റെ വേർഡ് മീനിങ്, ക്വസ്റ്റ്യൻ ആൻസർ എന്നിവ എഴുതി പഠിക്കും. എഴുതി പഠിച്ചാൽ മാത്രമേ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലാതെ എഴുതാൻ പറ്റൂ. എങ്കിൽ മാത്രമേ മാർക്ക് ഫുള്ള് കിട്ടുകയുള്ളൂ. അപ്പൊ നന്നായിട്ട് എല്ലാവരും പ്രിപ്പയർ ചെയ്യണം. ചെയ്യൂലേ? യെസ്. ഇപ്പൊ എല്ലാവരും എസ് പറഞ്ഞുണ്ട്. എന്താ ജസ്റ്റ് ക്ലിയർ ആയില്ല? പാഠം വരെ പരീക്ഷിക്കുന്നത് മിക്കവാറും ഏത് പാഠം വരെ? 6, ചിലപ്പോ 7ാമത്തെ ലെസൺ ഈ മാസം എടുത്തിട്ടുണ്ടെങ്കിൽ 7 വരെ ഉണ്ടാവും. എടുക്കാൻ പറ്റിയെങ്കിൽ 7 വരെ ഉണ്ടാവും. ഇന്ന് എത്ര ഡേറ്റ് ആയിട്ടുള്ളൂ? ഇനി 2-3 ക്ലാസ് ഇല്ലേ? 7 പാഠം. 1 മുതലല്ലേ? 1 മുതലേ എന്നുള്ളത് അത് തീരുമാനം ആയില്ല. മീറ്റിംഗ് നടക്കട്ടെ. മീറ്റിങ്ങിനോട് ചോദിച്ചോട്ടെ. അത് കഴിഞ്ഞ എക്സാമിന് ശേഷം നടത്തിയാൽ മതിയോ എന്നുള്ളത്. അത് നമ്മുടെ തീരുമാനം.
നമ്മൾക്ക് ഇഷ്ടം പോലെ ചെയ്യാൻ പറ്റും. സാറിനോട് അനുവാദം പെർമിഷൻ വാങ്ങട്ടെ, അപ്പൊ ഞാൻ പറയാം. അപ്പൊ കഴിഞ്ഞ ലെസണിന് ശേഷം ഇത് പഠിച്ച് റെഡി ആയിക്കോ. അപ്പൊ മറ്റൊന്ന് അഥവാ ഉണ്ടെങ്കിൽ തന്നെ മറ്റൊന്ന് ഓടിച്ച് വായിച്ചാൽ മതിയല്ലോ, കഴിഞ്ഞ എക്സാം വരെയുള്ളത്. ഓക്കെ, 6 പാഠം, 6ാമത്തെ പാഠം അടുത്ത ക്ലാസ് തീരും. 7 വരെ ഓക്കെ. അപ്പൊ എല്ലാരും ഈ പേജ്, ഈ പാരഗ്രാഫ് എന്ത് ചെയ്യണം, നന്നായിട്ട് വായിക്കണം കേട്ടോ. മറന്നുപോകും ആരെങ്കിലും? ഇല്ല. ശ്രീവിഷ്ണു കുറച്ച് വായിക്കുന്ന, കുറച്ച് ഞാൻ വായിച്ചോ. ഫസ്റ്റ് പാരഗ്രാഫ് വായിക്കാം. ആ ഓക്കെ, ജസ്റ്റ് വായിച്ചോ, കുറച്ച് ഫസ്റ്റ് വായിച്ചോ. പാരഗ്രാഫ്. ആ ക്ലാസ് കട്ടാവുന്നെങ്കിൽ കട്ടായിക്കോട്ടെ, വായിച്ചോന്ന്. ആ, പ്രിയ ഇന്ദ്ര. രണ്ടുപേരുണ്ടായിരുന്നു. ജബുത്തു അല്ല, ശ്രീവിഷ്ണു. ആ ഓക്കെ ഓക്കെ. जब तुम मेरे साथ रहती है तो अक्सर मुझसे बहुत पूछा करती हो और मैं उनका जवाब देने की कोशिश करता हूँ. मैंने कोशिश करता हूँ. मैंने इरादा किया है कि कभी कभी तुम्हें इस दुनिया की और छोटे बड़े देशों की